ആരടാ നീ? ആരെന്ന്? ആരടാ അത്? ആരെന്ന്? ആരടാ അത്? ആരെന്ന്? അപ്പൂപ്പ, 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 ഓ അപ്പൂപ്പ, കതക് തുറക്ക് അപ്പൂപ്പ. അപ്പൂപ്പ, 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 വിശന്നു പോയോ അപ്പൂപ്പ? ഇല്ല മോളെ. അപ്പൂപ്പൻ ഇതെടുത്ത് കഴിക്കോ? എനിക്ക് സ്കൂളിൽ പോവാൻ സമയമായി. ഓ മോള് സ്കൂളിൽ പോക്കോ, ഞാൻ എടുത്ത് കഴിച്ചോളാം. ഉച്ചയ്ക്കുള്ളത് ഇതിലുണ്ടേ, ഞാൻ വൈകിട്ട് വരാം. ഓ ഇന്നലെയും ഞാൻ അച്ഛനെ കൊണ്ട് അമ്മയോട് പറയിപ്പിച്ചു അപ്പൂപ്പനെ നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവരാൻ. പക്ഷേ ഒന്നും പറഞ്ഞില്ല. എന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ അപ്പൂപ്പനെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക്. സാരമില്ല മോളെ, മോള് താമസിക്കണ്ട, മോള് സ്കൂളിൽ പൊക്കോ.
അപ്പൂപ്പനെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത് എൻ്റെ രണ്ടാനമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പൂപ്പൻ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ദയവ് വിഷമിക്കണ്ട. നമുക്ക് അപ്പൂപ്പനെ മോളുടെ വീട്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാലോ? സാർ വന്ന് മോളുടെ വീട്ടിൽ സംസാരിക്കാം. ഇപ്പൊ പൊയ്ക്കോ. കഴിക്കാൻ വേണേ? പൊറോട്ട സാമ്പാർ എടുക്കട്ടെ? ആ എടുത്തോ. ആ സാർ, ശിവ, മോനെന്താ ഇവിടെ? സ്കൂളില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിൽക്കും. സാർ, കറി. ശിവ, വീട്ടിൽ വലിയ ബുദ്ധിമുട്ടാണോ? കുറച്ച് ബുദ്ധിമുട്ടാണ് സാർ. എത്രയായി? 50 രൂപ. മോനെ, ഇത് വെച്ചോ. കുഴപ്പമില്ല, ഇത് വെച്ചോ. കിടക്കുന്നില്ലേ? എന്താ ആലോചിക്കുന്നേ? നമ്മളുടെ പല കുട്ടികളുടെ ഒരേ അവസ്ഥ. കളിച്ച് രസിച്ച് വളരേണ്ട പ്രായത്തിൽ കിടക്കാൻ നേരം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതാ ഉറക്കമില്ലാത്തത്. ആ കിടക്കണം. അപ്പൂപ്പനെ ഇപ്പൊ സന്തോഷായില്ലേ? ഇനി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണ്ടല്ലോ. സാറ് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ അമ്മ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. അപ്പൊ നാളെ തന്നെ നമുക്ക് ദേവുവിന്റെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇത്രയും സമയം പറഞ്ഞതിൽ നിന്നും ചങ്ങമ്പുഴയുടെ ഒരു കവിതയുടെ പേര് ആർക്ക് പറയാം? സാർ, ഞാൻ പറയാം. ആ, മനസ്സിനി. വെരി ഗുഡ്, കറക്റ്റ് ആൻസറാണ്. അപ്പം നമ്മൾ മനസ്സിനി പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മനസ്സിനിയിലെ കുറച്ച് വരികൾ ആർക്ക് ചൊല്ലാം? ഞാൻ ചൊല്ലാം. മന്നത്തെച്ചി പൂങ്കുല പോലെ മഞ്ഞിമ വിടരും പുലർകാലെ നിന്നു ലളിതേ നീ എൻ മുന്നിൽ നിർവൃതി തൻ പൊൻകതിർ പോലെ. മന്നത്തെച്ചി പൂങ്കുല പോലെ മഞ്ഞിമ വിടരും പുലർകാലെ നിന്നു ലളിതേ
തെച്ചിൽ പൂങ്കുല പോലെ മഞ്ഞിമ വിടരും പുലർകാലെ നിന്നൂലെഴുതേ നീ എൻ മുന്നിൽ നിർവൃതി. എന്താ ലേറ്റായത്? അരുണിൻ്റെ കവിളിലൊക്കെ ചുവന്ന പാടാണല്ലോ. എന്താ, ആരെങ്കിലുമായിട്ട് തല്ലുണ്ടാക്കിയോ? ആ, ഇപ്പം കയറിയിരുന്നോ, പിന്നെ ഒന്ന് തന്നെ കാണണം കേട്ടാ. ഒരു മിനിറ്റ് സാർ, എന്താ ഞാൻ അങ്ങോട്ട് പോട്ടെ? ഓക്കെ. ഹലോ. സാർ, ഞാൻ ശിവയുടെ അമ്മയാണ്. ആ, ശിവയുടെ അമ്മ. ആ ആ, പറഞ്ഞോ. സാർ അന്ന് റെക്കമെൻഡ് ചെയ്ത ജോലി എനിക്ക് ശരിയായി. ആഹാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു സാർ. ഓ, താങ്ക്സ് ഒന്നും വേണ്ട. നാളെ ജോയിൻ ചെയ്യണം. സാലറി സാറ് പറഞ്ഞ എന്നെ കമ്പനി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ശ്രമിച്ചെന്നേ ഉള്ളൂ. ശിവയുടെ അമ്മയ്ക്ക് കഴിവുള്ളതുകൊണ്ടാ ആ ജോലി കിട്ടിയേ. സാറ് പറഞ്ഞ പോലെ ശിവയെ ഞാനിനി തട്ടുകടയിലെ ജോലിക്ക് വിടില്ല. ഗുഡ്. അവൻ വളരട്ടെ, പഠിച്ചും കളിച്ചും വളരട്ടെ അവൻ. താങ്ക്സ് സാർ. ഓക്കെ ഓക്കെ, ശരി ശരി. സാർ, ആ, അരുണോ? സാർ വന്ന് കാണാൻ പറഞ്ഞിരുന്നു. വാ. അരുണിന് എന്തു പറ്റി? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ആകപ്പാടെ ഒരു വിഷമം പോലെ. ക്ലാസ്സിൽ സ്ഥിരം ലേറ്റായി വരുന്നു. അത് സാർ, ഇന്നലെ രാത്രി വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. മോനെ, അമ്മയ്ക്കിന്ന് പൈസയൊന്നും കിട്ടിയില്ല. മോനിരുന്ന് പഠിക്ക്. അമ്മ അപ്പുറത്തെ പെരടുത്തി പോയി ഒരു മുട് കിഴങ്ങെടുത്തിട്ട് വരാം, അവിക്കാം. അത് വേണ്ടമ്മേ. പിന്നെ പട്ടിണി കിടക്കൂ? ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ചോറ് കഴിച്ചല്ലേ ഉള്ളൂ നീ? രാത്രിയാ ഒരു മുട് കിഴങ്ങെടുത്തെന്ന് പറഞ്ഞ് ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. നീ ഇരുന്ന് പഠിക്ക്. എൻ്റെ അടുത്ത് ഒരു തന്നെ ഇവിടെ കളിക്കരുത്. എൻ്റെ സ്വഭാവം നിനക്കൊന്നും അറിഞ്ഞൂടാ. നീയൊക്കെ വിചാരിക്കും ഞാൻ വെറും ഡൂക്കളിയാണെന്ന്. നിനക്കൊക്കെ ഞാൻ ആരാണെന്ന് കാണിച്ചത്. എടാ, ഈ സത്യശീൽ ആരാണെന്ന് നാളെ നീയൊക്കെ അറിയും. നാളത്തെ ഒരു ദിവസം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ചെലവായ പൈസ മുഴുവൻ ഞാൻ തിരിച്ച് പിടിച്ചിരിക്കും. ഈ സത്യശീലാടാ പറയുന്നേ. കുറച്ച് വരടാ. ഞാൻ അവിടെ നിന്ന് വരുമ്പോ എനിക്ക് കേൾക്കണം നിന്റെ വായന. കുറച്ച് വരടാ. തവണ സ്കൂൾ തുറന്നപ്പോൾ തന്റെ മൂന്നാമത്തെ അത് പോരാ, കുറച്ച് വരടാ. അടിച്ച് വീട്ടുകാരില്ലേ പേരക്കുട്ടിയെയും സ്കൂളിൽ ചേർക്കാൻ അമ്മമ്മ വന്നിരുന്നു. വീടിനടുത്തെ ലോവർ പ്രൈമറി വിദ്യാലയത്തിൽ നിന്ന് 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവനെയും ഹോസ്റ്റൽ സൗകര്യമുള്ള
സ്കൂളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ദേ, മൂത്ത രണ്ടുപേരെയും ഇതേ പ്രായത്തിൽ തന്നെയാണ് ആ സ്കൂളിലേക്ക് അമ്മമ്മ കൊണ്ടുവന്നത്. അവരിൽ മൂത്തവൻ ഏഴിലും. ദേ, ഈ അമ്മമ്മ തന്റെ നിന്റെ അടുത്ത് ഞാൻ രാവിലെ പൈസ ചോദിച്ചപ്പോ നീ എന്താടി പറഞ്ഞേ? നിന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന്. ഇതൊക്കെ ഉണ്ടാക്കാൻ നിന്റെ കയ്യിൽ പൈസ ഉണ്ട്. പറയടി, എവിടെ നിന്നടി പൈസ? പറയടി, ഡീ പറ, എവിടെ കിട്ടിയടി പൈസ? ഇങ്ങോട്ട് വാടി, ഞാൻ ചോദിക്കുമ്പോ അവർക്ക് പൈസ തരാനില്ല. എവിടെ നിന്ന് കിട്ടിയടി പൈസ? പറ. ആറാ. അവന്റെ ഒരു അമ്മ, അമ്മ ഒരു മോന് നിന്നെയൊക്കെ വെട്ടി പീസാക്കൂ. വേണ്ട നിക്കടി അവിടെ. അമ്മാ. മോൻ വിഷമിക്കണ്ട, നമുക്കൊരു പരിഹാരം കാണാൻ ശ്രമിക്കാം കേട്ടോ. എന്നുമില്ല, മദ്യപിച്ചു കഴിഞ്ഞാൽ മാത്രമാ അച്ഛൻ ഇങ്ങനെ. ഇല്ലെങ്കിൽ എന്നോടും അമ്മയോടും വലിയ സ്നേഹമാ.
സാറ് പറഞ്ഞതെല്ലാം ശരിയാണ് സാർ. ഞാൻ നിർത്തി. ഞാനിനി കുടിക്കില്ല സാർ. മദ്യം ഒഴിവാക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ പറ്റുന്നില്ല സാറേ. നമുക്ക് വേണമെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിൽ പോവാം, പൂർണ്ണമായിട്ട് നിർത്താം. എവിടെ വേണോ ഞാൻ വരാം. എനിക്കെന്റെ മോനെ അവളെ മാത്രം മതി സാർ. എനിക്കത് മാത്രം മതി. എല്ലാം ശരിയാവുന്നേ, എല്ലാം ശരിയാവും. റിലാക്സ്. ക്ലാസ് മുറികളിലെ അറിവുകൾ ഇതൾ വിടർത്തുന്ന പാഠപുസ്തകത്താളുകൾക്കപ്പുറം നമ്മുടെ മുന്നിലെ കുരുന്ന കൃഷ്ണമണികളിൽ സ്ഫുരിക്കുന്ന യഥാർത്ഥ ജീവിത പാഠപുസ്തകത്തിലേക്ക് നമുക്ക് ചെന്നെത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ചിറകറ്റ് വീണു പോയേക്കാവുന്ന നിഷ്കളങ്ക ബാല്യങ്ങളുടെ ചില ഇരുളടഞ്ഞ ഇടനാഴികളിൽ ഒരിറ്റ് വെളിച്ചമാകാൻ നമുക്കും കഴിയും. നമുക്ക് അവർക്കൊപ്പം നടക്കാം, അവരെ നയിക്കാം വെളിച്ചത്തിലേക്ക്.